ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് എവരിബഡി. ഗുഡ് ഈവനിങ്. എന്താ പറഞ്ഞതെന്നറിയാമോ? ഇന്ന് രാവിലെ വീഡിയോ ചെയ്തില്ല. രാവിലെ വീഡിയോ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു, പാചകം ഇല്ലായിരുന്നു. ഇന്നലെ എല്ലാം പാചകം ചെയ്തില്ലേ, അപ്പോൾ ഇന്ന് വേറെ വീഡിയോ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാനോർത്ത് എല്ലാവരും സഹോദരിമാരെല്ലാം ടിപ്സ് ചെയ്യുക. അപ്പോൾ ഞാനോർത്ത് ഞാൻ ഒരു ടിപ്പും ചെയ്യുന്നില്ലല്ലോ, പിന്നെ മടിച്ചായിട്ടിരിക്കുക. ഞാനൊന്നും തേക്കുന്നില്ല. തേക്കുമ്പോഴാണ് നിങ്ങളെ അങ്ങ് കാണിക്കുക, ഒരു വീഡിയോയും ആവും, നിങ്ങൾക്ക് അത് ഗുണമാവും എന്ന്. എനിക്കും ഗുണമാവില്ലെന്ന് തേക്കുന്നേ ഇല്ല. എനിക്ക് മടിയല്ലേ, ഭയങ്കര മടിച്ചല്ലേ, അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഇന്ന് അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ മടിയാണ്, അതെല്ലാം ശരിയാക്കണ്ടേ, കലക്കണ്ടേ, ഇതിനെ കുഴയ്ക്കണം, തേക്കണം, കുറച്ച് നേരം ഇരിക്കണം, ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ അകത്തിരുന്നങ്ങ് ചെയ്യാം. അപ്പം ഞാൻ എന്നെ ഇതെന്നറിയാമോ, ഇത് ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചെറുപ്പത്തിൽ തേക്കുന്ന പച്ചമഞ്ഞൾ, പിന്നെ രക്തേന്ദ്രം അമ്മ തേപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മ ഖത്തറിൽ പോയതിന് ശേഷം ഞങ്ങൾ കൂട്ടുകാരൊക്കെ പറഞ്ഞറിഞ്ഞ് കസ്തൂരി മഞ്ഞളും പിന്നെ ഈ കടലമാവിനകത്ത്, തൈരിനകത്ത് കടലമാവും തേച്ച് അങ്ങനെയും തേക്കുമായിരുന്നു. അല്ലാതെ വേറെ ഒരു സംഗതികളും ഞങ്ങൾ അങ്ങനെ തേച്ചിട്ടില്ല. പിന്നെ വേറെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഓരോ പൊടികളൊക്കെ പറഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ എല്ലാത്തിനും അങ്ങാടിക്കട വിലയായതുകൊണ്ട് ഞങ്ങൾ കൊച്ചു പിള്ളേരല്ലേ, അപ്പോൾ പൈസ എവിടുന്ന അങ്ങനെ അതൊക്കെ അങ്ങ് വേണ്ടെന്ന് വെച്ചു. പിന്നെ മഞ്ഞളിനും ഇതിനുമൊക്കെ ഫാദറിനോടൊക്കെ ചോദിച്ചാലും തരും കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം, അറിയാലോ. അപ്പോൾ പാചകം ഒത്തിരി ആകുന്നില്ല, എല്ലാവരും എന്നെ പ്രാകും. അപ്പം ഇത് എനിക്ക് പിന്നെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഉണ്ട്, എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി. ഈ ഒരു ടിപ്പ് എനിക്ക് അങ്ങനെ മനസ്സിലായതാണ്. അതായത് പിന്നെ സ്കിൻ ടൈറ്റനിങ്. ഇപ്പം 50 വയസ്സിന് മേളിലോട്ട്, 40 വയസ്സ് തൊട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ സ്കിന്നൊക്കെ നമുക്ക് ചുളുങ്ങാനും തൂങ്ങാനും തുടങ്ങും. പിന്നെ 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, സൂക്ഷിച്ചാൽ പോലും നമുക്ക് വലിയ പാടാണ് പിടിച്ച് നിൽക്കുക. പിന്നെ രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, തൈറോയിഡ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. രോഗങ്ങളുണ്ട് ഒട്ടും പിന്നെ പറയണ്ട. പിന്നെ എക്സസൈസ് ഇല്ലാത്ത ജീവിതമാണ് പറയണ്ട. അതായത് എന്നെപ്പോലെ കുഴിമടിച്ചുകളും ഇതുപോലെ ഷുഗർ, പ്രഷർ ഒക്കെ, തൈറോയിഡ് ദൈവം സഹായിച്ചില്ല, ദൈവമേ നന്ദി, വരരുതേ. പിന്നെ ഷുഗറും പ്രഷറും ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് ക്ഷീണവും തളർച്ചയും ഉറക്കവും അല്ലേ, അപ്പം നമുക്കങ്ങ് മുഖമൊക്കെ തൂങ്ങും, പിന്നെ ചുളുങ്ങും. നമുക്ക് നമ്മൾ നടക്കാൻ പോകാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും അങ്ങ് വല്ലാതെ അങ്ങ് നമ്മളുടെ ജീവിതം മാറി തൊലിയും ഇതുമെല്ലാം അങ്ങ് വല്ലാതാകും. അപ്പം ഞാൻ കുറേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോ ടിപ്സിൻ്റെ വീഡിയോസ് ഇങ്ങനെ നമ്മൾ ചുമ്മാ കണ്ടിരിക്കാമല്ലോ, അറിഞ്ഞിരിക്കാമല്ലോ, അറിവ് നല്ലതല്ലേ. അങ്ങനെ കണ്ടപ്പോൾ മിക്കവരും ഇങ്ങനെ ടൈറ്റനിങ്ങിൻ്റെ കാര്യം, സ്കിൻ ടൈറ്റനിങ് 50 ഇയേഴ്സ്, 50 വയസ്സ് കഴിഞ്ഞാൽ സൂക്ഷിക്കണം, സ്കിൻ ടൈറ്റൺ ആകാനായിട്ടുള്ള ഇന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്, നാച്ചുറൽ നമ്മളുടെ പ്രകൃതിദത്തമായ ഇന്ന കാര്യങ്ങളാണ്, അപ്പോൾ അത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ടപ്പം കുറേ ആൾക്കാർ മാറി പറയുന്നുണ്ടപ്പോൾ എനിക്കും തോന്നി എന്നാ ഒന്ന് ചെയ്തേക്കാം, നമുക്കും വയസ്സ് 50 കഴിഞ്ഞല്ലോ, എന്നാൽ ചെയ്തേക്കാമെന്നൊക്കെ ഓർത്തെ. അപ്പം ഭയങ്കര നമ്മളുടെ വീട്ടിൽ നമുക്ക് രാവിലെ തൊട്ട് പാതിരാ വരെ അടുക്കളയിൽ കിടക്കുവാണെങ്കിൽ ഭയങ്കര പണിയാണെങ്കിൽ നമുക്ക് ഒന്നിനും പറ്റത്തില്ല അല്ലേ. ഇച്ചിരി മിടുക്കുള്ളവരാണെങ്കിൽ ഇതെല്ലാം തേച്ചോണ്ട് അടുക്കളയിൽ അങ്ങ് നിൽക്കും, നമ്മുടെ കാര്യവും നടക്കണം, എല്ലാവരുടെയും കാര്യം എന്നുള്ള ചിന്തയിൽ. ഇത് കുഴി മടിച്ചില്ല ഞാൻ, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ മടി കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു, നമുക്ക് എന്തിനാ നമുക്ക് അങ്ങനെ ദൈവം തന്ന സ്കിന്നൊക്കെ ശരീരം നമ്മൾ നശിപ്പിച്ച് കളയുന്നത്, നമുക്കതങ്ങ് സൂക്ഷിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിപ്പോൾ മുഖം വൃത്തിക്ക് കഴുകി തുടച്ച് വന്നിരിക്കുവാണ്. എന്നിട്ടും വേർക്കുന്നുണ്ട് കേട്ടോ, ഫാൻ ഇട്ടിട്ടുണ്ട്, എന്നിട്ടും വേർക്കുന്നുണ്ട്. മഴയും ചെറിയ ചൂടും എല്ലാം കൂടെ വരുമ്പോൾ നമ്മളിങ്ങനെ അങ്ങ് വേർക്കും. അപ്പം ഒരു പാത്രം എടുത്ത് വെച്ചിരിക്കുന്നു, ഒരു സ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്നു. ഇതിനകത്ത് എന്നാക്കി ഇടുന്നത് 4 ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് എല്ലാവരും പറയുന്നുണ്ട് അരിപ്പൊടി സ്കിൻ ടൈറ്റനിങ്ങിന് നല്ലതാണ്. ഇത്ര അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ളത് മതിയല്ലോ. പിന്നെ ഒരു മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, സൂപ്പറാണ് മുട്ടയുടെ വെള്ളം. ഒരു കുഞ്ഞ് വിരലിൻ്റെ നീളമുള്ള ഒരു കുഞ്ഞ്
ഇന്നലെ 50 രൂപയുടെ കിറ്റ് വാങ്ങിച്ചപ്പോൾ അതിനകത്ത് കുഞ്ഞ് ക്യാരറ്റ് കിടന്ന് അത് ദേ ഒന്ന് ജ്യൂസാക്കി എടുത്തു. വെള്ളം ഒഴിക്കാതെ വേണം അടിക്കാൻ കേട്ടോ. നല്ലതായിട്ട് നമ്മുടെ കുഞ്ഞ് ജാറില്ലേ അതിനകത്ത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ട് പിന്നെ നല്ല അരിച്ചെടുക്കണം. ഇത് ഒരു കുഞ്ഞ് കിഴങ്ങ് നല്ലതായിട്ട് കഴുകി തൊലി ഒരുപാട് കളഞ്ഞില്ല, തൊലി നല്ലതാണ്. നല്ലതായിട്ട് അതിൻ്റെ മേളിൽ ഞാൻ സ്ക്രബ്ബർ വെച്ച് ഇങ്ങനെ ഇതിൻ്റെ സ്ക്രബ്ബറല്ല, സ്റ്റീലല്ല, അല്ലാത്ത വെച്ച് കേട്ടോ, സ്പോഞ്ചിൻ്റെ വെച്ച് ഇങ്ങനെ അത് നല്ല വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് കുറച്ച് തൊലിയെല്ലാം കളഞ്ഞ് ബാക്കി തൊലി ഉൾപ്പെടെ ഞാൻ ഒരു കുഞ്ഞി കിഴങ്ങ് അരച്ച് നല്ലതായിട്ട്, വെള്ളം ഒഴിക്കല്ലോ ഒന്നിനെ, അരച്ച് നല്ലതായിട്ട് അരിച്ചെടുത്താണ്. അപ്പോൾ എന്നാക്കിയാണ് ഞാൻ പറഞ്ഞത്, ക്യാരറ്റ്, കിഴങ്ങ്, അരിപ്പൊടി, പിന്നെ മുട്ടയുടെ വെള്ള, 4 സാധനം കേട്ടോ, ഓർത്തിരിക്കണേ. അപ്പം ഞാനിത് നമ്മളുടെ മുഖത്തിന് ആവശ്യമുള്ള ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. മുട്ടയുടെ വെള്ളയ്ക്കകത്തോട്ട് എടുക്കാം, വേറെ പാത്രം എന്തിനാക്കുന്നതല്ലേ. മുട്ടയുടെ വെള്ളയ്ക്കകത്തോട്ട് അരിപ്പൊടി ഇടുവാണേ. നോക്കട്ടെ ഇത് മതിയോന്നേ, അല്ലെങ്കിൽ ആ ജ്യൂസൊക്കെ ഒഴിക്കുമ്പം പോരാതെ വരുവല്ലേ. മുട്ടയുടെ വെള്ള, അരിപ്പൊടി, കിഴങ്ങ് ഇത്രയും ഭയങ്കര ടൈറ്റനിങ്ങിന് നല്ലതാണ്. പിന്നെ ക്യാരറ്റ് എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ്, അത് ടൈറ്റനിങ്ങിനല്ല ഗ്ലോയ്ക്ക്. ക്യാരറ്റ് ഭയങ്കരമായിട്ട് സ്കിൻ ഗ്ലോ ആവാൻ നല്ലതാണ്. മുട്ടയുടെ വെള്ളയ്ക്കകത്ത് അരിപ്പൊടി ഇട്ടപ്പം ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം മനസ്സിലായില്ല, ഞാനിതൊന്നും തേക്കുന്നില്ല, ആദ്യമാണ് ചെയ്യുന്നത്. അല്ലേ തന്നെ ഞാൻ കള്ളം പറഞ്ഞില്ല, എൻ്റെ വായിൽ നിന്ന് സത്യം ചാടും ഉറപ്പാ. നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ എളുപ്പമാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം, അപ്പോൾ ലൂസാവുമല്ലോ. ക്യാരറ്റ് എൻ്റെ കയ്യിൽ നിന്നിട്ടാണേ. ക്യാരറ്റ് നല്ലതാണ്, നമ്മുടെ മുഖം ഗ്ലോ വരെ, നമ്മുടെ സ്കിൻ ഗ്ലോ വരെ. ദേഹത്ത് മൊത്തം തേക്കാമെങ്കിൽ പൈസയുള്ളവരാണ് ഇതെല്ലാം മേടിച്ച് തേച്ചു. ക്യാരറ്റ് ഭാഗ്യം. എന്നിട്ടും ഇതുണ്ട്, മുറുക്കമുണ്ട്. നമുക്ക് കിഴങ്ങൂടെ ഇട്ട് കൊടുക്കാം. ദേഷിപ്പിച്ച കാത്തോണെ ആദ്യമായിട്ട് ചെയ്യുക കേട്ടോ. നോക്കട്ടെ, ലൂസായിപ്പോയി ഒലിച്ചു പോകത്തില്ലേ. മുഖത്ത് ഇച്ചിരി മതിയല്ലോ. പിന്നെ ബാക്കി എനിക്ക് കുളിക്കാൻ നേരം പെടലിയിലൊക്കെ തേക്കാതെ. പെടലി ഇവിടെ രണ്ടും എന്നാന്നറിയത്തില്ല, ഇവിടെ കുറേ ഗുളികകൾ കഴിച്ചില്ല, അതിൻ്റെ പെടലിയെല്ലാം കറുത്തിരിക്കുന്നു. അതുകൂടെ അങ്ങ് ഒഴിച്ചേക്കാം അല്ലേ. എന്നിട്ട് ഒരു ശക്കല അരിപ്പൊടിയും കൂടെ ഒരു സ്പൂൺ ഇടാം. കുഞ്ഞനെ ആ അരിപ്പൊടി ഒന്ന് ശകലം എടുത്ത് തരുമോ? അല്ലെ പിന്നെ അത് അവിടെ ഇരുന്ന് മറിഞ്ഞു പോകുമോ, അതിലേതും ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട്. കുഞ്ഞാ ഇതോടെ ഉള്ളു, ഇതങ്ങ് ഒഴിച്ചേക്കാം. ഇതിൻ്റെ നമ്മളുടെ സ്റ്റാർച്ച് അടിയിക്കണ്ടോ, കണ്ടോ? ഈ ജെല്ലൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ സ്റ്റാർച്ച് എടുക്കും. ഇതിനകത്തൊരു ശകലം നിൽക്കി ഞാൻ ഇളക്കട്ടെ. നിൽക്കി ഇളക്കട്ടെ. നിൽക്കി പറയാം, അമ്മ പറയാം. ഇത് മതിയില്ലേ, ഈ കൺസിസ്റ്റൻസി മതി, ഇത് മതി. അപ്പോൾ നമ്മുടെ നല്ല കുറുക്കുണ്ടാക്കുന്നില്ലേ, അതുപോലെ ആക്കിയേ. ആ കൺസിസ്റ്റൻസി കുറുക്ക് പോലെ കേട്ടോ. ഇതാ കാണിക്കാവേ, ഇത് കേട്ടോ, കുറുക്ക് പോലെ കേട്ടോ. ഇനി ഇത് നമുക്ക് അങ്ങ് തേച്ച് കൊടുക്കാം. സ്റ്റാർച്ചൊക്കെ അങ്ങോട്ട് ഇട്ടേക്കാം. എന്ത് പെട്ടെന്ന് സ്റ്റാർച്ച് ആയെന്ന് നോക്കി. കിഴങ്ങ് ജ്യൂസ് അടിച്ച് ഇങ്ങനെ വെച്ചപ്പം എളുപ്പമാവും. അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ.
ജെല്ലൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റാർച്ച് ആവശ്യം. എല്ലാം കൈവച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യമായിട്ടാണ് ഞാനിത് വെക്കുന്നത് കേട്ടോ. തുടങ്ങാം. സ്തോത്രം. യേശുപിച്ചാക്കാത്തോളനെ മുഖത്തൊന്നും ചെയ്യുവാത്ത പേടിയാണ്. മുഖത്ത് പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇന്ന് വരെ. മഞ്ഞളൊക്കെ എല്ലാവരും ചെയ്യുന്നത് അതുകൊണ്ടാണ് ചെയ്ത്. തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ മിണ്ടല്ലേ. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലെൻസിങ് അടുത്തത് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞൊന്നും ഇടാറില്ല. എനിക്കിത് ഒറ്റ തേരേ ഉള്ളൂ. അങ്ങനെ അല്ലായിരുന്നു ചെറുപ്പത്തിൽ ശീലിച്ചേ. നമുക്ക് അമ്മമാർക്ക് അങ്ങനെയൊന്നും അറിയത്തുമില്ല, നമ്മളെ ചെയ്യിപ്പിച്ചിട്ടുമില്ല. നമുക്കറിയാവുന്നത് ഫലവത്തായിട്ടുള്ളത്, നമുക്ക് വിശ്വാസമായ ഒരു ടിപ്പെന്ന് പറയുന്നത് ഇതല്ലേ. നമുക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പിൽ ചെയ്യാനേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ക്ലെൻസിങ് ഞാൻ മുഖം സോപ്പിട്ട് കഴുകിയിട്ടിങ്ങ് വന്നു, അത്രേ ഉള്ളൂ. തൈരോ പാലോ ഒക്കെ തേച്ച് ക്ലെൻസിങ് ഒക്കെ നല്ലതാണ്. പൊടിയോ ചെളിയോ ഒക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. ഞാൻ സോപ്പിട്ടങ്ങ് കഴുകി. ഒത്തിരി ബലത്തിയിട്ട് നമ്മുടെ മുഖത്തിന് പിന്നെയും ചുളിവുണ്ടാക്കില്ല. നമുക്ക് പതുക്കെ കൈകാര്യം ചെയ്യാം. ഇന്നലെ ഞാനൊരു സാധനം കുളിക്കുന്നതിന് മുമ്പ് ചുമ്മാ ചെയ്തേ. എന്നിട്ട് കുളിക്കാൻ നേരം അത് കഴുകിക്കളഞ്ഞത്. ആദ്യമായിട്ട് ചെയ്യുമായിരുന്നു. ഒറ്റയൊരു സാധനമേ ഉള്ളൂ. അപ്പം ഒറ്റയൊരു സാധനം. അപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി മുമ്പേ രാവിലെ എഴുന്നേറ്റപ്പോഴും ഒക്കെ ഞാൻ നോക്കുമ്പോൾ മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നു, കളറും വെച്ചിരിക്കുന്നു. അത് ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. സാധനം തീർന്നെന്ന് തോന്നുന്നു. നോക്കട്ടെ. പറയുന്നത് കേൾക്കാവോ? പതുക്കെ ഞാൻ പറയുന്നല്ലേ. ചില വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ട് കേട്ടു നോക്കുമ്പം പതുക്കിയ സംഗതി, സൗണ്ടില്ല. ഞാൻ ആ വർക്ക് ഏരിയയിൽ നിൽക്കുമ്പോൾ ആരും കേൾക്കാതിരിക്കാൻ പതുക്കെ പറയുന്ന. അത് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് കേട്ടോളാവോ? അല്ല, ഇപ്പം എന്നെ ചെയ്യാൻ പറ്റും. ഞാൻ നാട്ടുകാർ കേൾക്കുന്നതിന് പതുക്കെ പറയുന്നു. ഒരു മൈക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പം നമുക്ക് വരുമാനം വേണ്ടേ മൈക്കൊക്കെ വാങ്ങിക്കാൻ അല്ലേ? നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. തേക്കുമ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നതല്ല, എന്നേലും സ്ക്രബ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. നിങ്ങളോട് ഞാൻ പ്രത്യേകം വീണ്ടും പറയാം. പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല. കുത്തിയിരുന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട്. അതും പഞ്ചസാരയൊക്കെ വെച്ച് സ്ക്രബ് ചെയ്യുക. ഭയങ്കരമായിട്ട് നമ്മളുടെ സ്കിന്ന്, മുഖത്തെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും സോഫ്റ്റായിട്ടുള്ള സാധനമാണ്. അതേ നമ്മൾ കൈവച്ച് പോലും ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇതായി പോകുന്ന സംഗതിയാണ്. അത് നിങ്ങൾ മുഖത്ത് അന്നേരം നിങ്ങൾ പഞ്ചസാരയൊക്കെ ഇട്ടി സ്ക്രബ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ്, സോഫ്റ്റ് അരിപ്പൊടിയാണ്. ഞാൻ സ്ക്രബ് ചെയ്യുന്നുമില്ല, തേച്ച് പിടിപ്പിക്കുകയല്ലേ. സ്ക്രബ് ചെയ്യരുത്. പിന്നെ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് അങ്ങ് ക്ലെൻസ് ചെയ്തിട്ട് അങ്ങ് പാക്കിട്ടോണം. കഴുത്തെല്ലാം അങ്ങ് തേച്ചു. ഇനി ബാത്റൂമിൽ കയറി കുറേ നേരം നിൽക്കണ്ടേ. കഴുകി കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? മുഖത്ത് ഏത് സമയം പിടിച്ച് മുഖം ഇങ്ങനെ
കൂടുതൽ ഓവർ മസാജിങ് ചെയ്യുമോ, ഓവറായിട്ട് മുഖത്തെ പിടിക്കുകയോ കൈ തൊടുവോ നഖം തൊടുവോ ഒന്നും ചെയ്യില്ല. മുഖം അവിടെ അങ്ങ് ഇരുന്നോട്ടെ. എന്തെങ്കിലും ഇതുപോലെ തേക്കുമ്പം നമ്മൾ മസാജിങ് ഇപ്പോൾ തേച്ച് ഈ പാക്കിൻ്റെ മസാജിങ് വേണ്ടാത്തതാണ്. അത് ആ പാക്ക് ഇട്ടേച്ച് ഒരു 10 മിനിറ്റ് ടൈറ്റനിങ്ങിനുള്ളതല്ലേ, അപ്പോൾ മസാജിങ് ഒന്നും വേണ്ട. അപ്പോൾ പാക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതായിട്ട് ഉണങ്ങി പിടിച്ച് കഴിയുമ്പോൾ വലിയെന്നു തോന്നുമ്പോൾ ഒരു ചെറിയ മുറുക്കം തോന്നുമ്പോൾ പോയി ഇങ്ങനെ വെള്ളം ഒഴിച്ച് നനച്ച് ഇങ്ങനെ ഒഴിച്ച് നനച്ച് കൊടുത്തത് കുതിരുമല്ലോ. കുതിരുമ്പം പതുക്കെ ഒന്ന് റബ്ബ് ചെയ്ത് അമക്കിയല്ല, ഒരു കേടും മുഖത്തിന് വരാതെ റബ്ബ് ചെയ്ത് പതുക്കെ ഇതങ്ങ് ആ പിടിച്ചിരിക്കുന്ന സാധനം മൊത്തം അങ്ങ് കഴുകിക്കളയുക. എന്നിട്ട് നമ്മളുടെ ടവലിട്ട് ഒന്ന് ഒപ്പി മാത്രം എടുക്കുക. ഇങ്ങനെ ഇട്ട് വലിച്ചു വാരി ഇങ്ങനെ തുടക്കില്ല, ഒപ്പിയെടുക്കുകയേ ചെയ്യാവുള്ളൂ. മുഖത്തിന് യാതൊരു ഇതും കൊടുക്കരുത്. എന്നുവെച്ചാൽ ഒരുപാട് അങ്ങ് അമക്കി ഒരുപാടിട്ട് വലിച്ചു വാരി ഒന്നും മുഖത്ത് ചെയ്യരുത്. ഇപ്പം ഇങ്ങനെ നല്ല സോഫ്റ്റാണ്. ഇത് കണ്ട് പിടിക്കുമ്പോൾ പൂ പോലെ ഇരിക്കുന്നത്. ഇത് ആദ്യം ചെയ്യുക കേട്ടോ, കണ്ടോ, നല്ല പൂ പോലെ ഇരിക്കുന്നത്. എൻ്റെ ഇവിടുത്തെ ആ സാധനം ഇല്ലേ, മാറി കേട്ടോ. അങ്ങനെയൊന്നും തേക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് വല്ലതും മഞ്ഞളോ എല്ലാം നമ്മൾ വല്ലയിടത്തും പോയിട്ട് വരുമ്പോൾ ടാൻ അടിച്ചാൽ വരുന്നെന്ന് തോന്നിയാൽ കുളിക്കാൻ നേരം ഇച്ചിരി മഞ്ഞൾ തേച്ചിട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പം കഴുകിക്കള, അത്രയേ ഉള്ളൂ. അപ്പം ഇത് അറിയാനേ ഇല്ല, ഒരു ശർക്കര നിഴല് പോലെ ഏതാണ്ടല്ലേ, അതേ ഉള്ളൂ. ഇവിടുത്തെ നിശേഷം പോയി. അത് വേറെ ഏതാണ്ടായിരുന്നല്ലേ, എന്തായാലും പേടിച്ചു പോയി. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായോ? ഇത് കണ്ടോ, എനിക്ക് പിടിച്ചിട്ടങ്ങ് ഭയങ്കര സുഖം തോന്നുന്നത്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായേ, പിന്നെ നല്ല ഗ്ലോ ആയില്ലേ. അതാ ക്യാരറ്റ് ഇടാൻ പറഞ്ഞു. ഏക്കാലും തേക്കുമല്ലേ, ആ ക്യാരറ്റ് ഇടുമ്പോൾ ഗ്ലോയും കൂടെ ആയിക്കോളും. ടൈറ്റനിങ്ങും ആവും ഗ്ലോയും ആവും. അങ്ങനെ ഇനി ഒത്തിരി ഒന്നും പിടിക്കണ്ട, അങ്ങനെ ഒന്നും ഇട്ട് പിടിച്ചൊന്നും വലിച്ചു വാരി ഒന്നും ചെയ്യരുത്. തൊടാതിരിക്കാവോ, അതാ നല്ലത്. അപ്പോൾ എനിക്കറിയാവുന്ന ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാവേ. അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇനി കുളിക്കാൻ പോവല്ലേ, കുളിക്കാൻ പോകുമ്പോഴത്തേക്കിനുണ്ടല്ലോ സോപ്പിടരുത് മുഖത്ത്. ഇന്നത്തെ ദിവസം ഇനി സോപ്പിടരുത്. നാളെ ഈ സമയമാകുമ്പോഴത്തേക്കിനും നമ്മൾ സോപ്പിട്ട് കഴുകാവുള്ളൂ. നാളെ രാവിലെ കുളിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ തല കുളിക്കത്തില്ല, മുഖം ചുമ്മാ കഴുകത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആകപ്പാട് ഇത്രയും മുടിയേ ഉള്ളതുകൊണ്ട് രാവിലെ ദേഹം കഴുകത്തേ ഉള്ളൂ. അപ്പോൾ മുഖം മാത്രം ഒന്ന് കഴുകത്തേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ രാവിലെ കുളിക്കുമ്പോൾ മുഖം സോപ്പിട്ട് കഴുകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നാളെ രാവിലെ ഞാൻ സോപ്പിടുന്നില്ല, നാളെ വൈകിട്ട് കുളിക്കും. വൈകിട്ടാണ് എൻ്റെ ഭയങ്കര ആറാട്ട്. ഈ കുഞ്ഞിലേ മുതൽ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞൾ തേച്ച് അമ്മ നിർത്തി അങ്ങ് ഭയങ്കര ആറാട്ട്. അത് കാരണം വൈകിട്ടാണ് എനിക്ക് ആറാട്ട്. രാവിലെ നമ്മൾ എണ്ണ തേച്ച് കുളിച്ചങ്ങ് പോകത്തല്ലുള്ളൂ. ആ ശീലം ഇപ്പം ഈ മുടി ഇല്ലാത്തതുകൊണ്ടാണ് രാവിലെ മുടി നനയ്ക്കാത്തത്. വീഡിയോയിൽ പ്രത്യക്ഷപ്പെടേണ്ടതുകൊണ്ട്. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മുടി നനച്ച് കുളിച്ചിട്ട് പോകും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കുളിക്കാതെ പോകത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നാളെ വൈകിട്ട് കുളിക്കുമ്പോൾ ഇനി ഞാൻ മുഖത്ത് സോപ്പിടുകയുള്ളൂ, അതുവരെ ഇടത്തില്ല. ധാരാളം മതി, എപ്പോഴും സോപ്പിട്ട് നശിപ്പിക്കരുത്. സോപ്പ് ഉപയോഗിക്കാത്തതാണ് നല്ല. നമുക്ക് പയറുപൊടി ഇട്ട് നിങ്ങൾ കഴുകാവോ, ഏറ്റവും അതാണ് നല്ലത്. ഞാനിനി അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരിക്കാം. മുഖത്ത് മാത്രം പയറുപൊടി, ദേഹത്ത് പിന്നെ നമുക്ക് ചെളിയൊക്കെ പോകാൻ വേണ്ടി ഡവ് സോപ്പ് ഇട്ടെന്ന് ഒത്തിരി ഒന്നും വേണ്ട, എന്നാലും ഒന്ന് നന്നായിട്ട് നമ്മുടെ കാലിൻ്റെ പത്തി രാമച്ചോ ഇട്ട് അങ്ങ് തേച്ചാൽ മതി. അത്രയൊക്കെ ചെയ്താൽ മതി. നമ്മൾ സൂക്ഷിക്കാതെ നമ്മളെല്ലാവരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിനിയിപ്പം ഒന്നും ചെയ്യണ്ട. ഓയിൽ സ്കിന്നായിട്ടുള്ളവരുടെ ഓയിലിങ്ങനെ വരുമ്പം മോയ്സ്ചറൈസിങ് കിട്ടിക്കോളും. ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈ ആവുന്നവരുടെ ആണെങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പം
ഇച്ചിരി മോയ്സ്ചറൈസിങ് ക്രീം എന്തെങ്കിലും ഇത്രയും ഒരു തോണ്ട തൊട്ടി എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഞാൻ തേക്കത്തില്ല. മുഖത്ത് നമ്മൾ എന്നാ തേച്ചാലും കരുവാളിപ്പ് വരും. കൈയും കാലും പിന്നെ നമ്മൾ മൊരി പോലെ പിടിച്ചിരിക്കാതിരിക്കാൻ വല്ലയിടത്തും പോകുമ്പോൾ. വീട്ടിൽ ഇതൊന്നും ചെയ്യല്ലോ നിങ്ങളെ. വീട്ടിൽ ചുമ്മാ അങ്ങ് റഫ് ജീവിതം. ഈ വീഡിയോയിൽ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ മുടിയെങ്കിലും ഒന്ന് ഒതുക്കിയും ഒക്കെ വെക്കുന്നത്. വീഡിയോയിൽ വരാൻ നേരം ഒന്ന് പൗഡറും ഒക്കെ ഇടുന്നത്. അല്ലെങ്കിൽ ഉള്ള സത്യം പറയുന്നത്. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, അങ്ങനത്തെ ഒരുക്കമൊന്നുമില്ല. പുറത്ത് പോകുമ്പോൾ ഒരുങ്ങുകയില്ല, പൗഡർ മാത്രമേ ഇട്ട് മുടി ഈ ബോയും വെച്ച് ഇങ്ങനെ പോവുമല്ലേ. പണ്ടാണെങ്കിൽ ചുമ്മാ ഒന്ന് ഒതുക്കി കെട്ടി കുളിച്ചിട്ട് പോകുമ്പോൾ ചുമ്മാ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ എടുത്തൊരു കുഞ്ഞി ക്ലിപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലാതെ ഒരിക്കലും നമ്മൾ കൂടുതൽ പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് ഇരിക്കാതിരിക്കാവോ നമുക്ക് നല്ല അതിനുള്ള സൗന്ദര്യം പോകാതിരുന്നോളും കേട്ടോ. ഇപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ ചാടാതെ ഉണ്ടോ, ഇവിടെയൊക്കെ ചാടാതെ, ഇവിടെയൊക്കെ ഇങ്ങനെ ചുളുങ്ങാതെ. ഇത് പ്രഷറിൻ്റെയാണേ ഉണ്ടോ. ഇവിടെ ഇങ്ങനെ പ്രഷർ കൂടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടോ. പ്രഷർ ഇല്ലെങ്കിൽ ഒന്നുമില്ല, ടൈറ്റായിട്ട് ഇങ്ങനെ നിന്നോളും ഉണ്ടോ. അത്രയേ ഉള്ളൂ. ശരിയായില്ലേ? ക്യാമറ എവിടെ? ക്യാമറയിൽ നോക്കട്ടെ. ഞാൻ എപ്പോഴും ക്യാമറയിൽ നോക്കുകയല്ല, ഞാനിങ്ങനെ എൻ്റെ മുഖത്തോട്ട് തന്നെയേ നോക്കത്തുള്ളൂ. അങ്ങനെയാണ് സംസാരിക്കുക. ക്യാമറയിൽ നോക്കി സംസാരിച്ച് എനിക്ക് പോങ്ങണ്ണു പോലെ തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാം ഞാൻ പറഞ്ഞോ നിങ്ങളോട്. പാചകം കുറേ അടിച്ച് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു പോവാം. അപ്പോൾ ഈ ടിപ്പ് ചെയ്ത് നോക്കുക. മുഖം ടൈറ്റനിങ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതായത് സ്കിൻ, ദേഹം ഫുള്ളും തേക്കാം. ഇത് മുഖമല്ലേ ശരിക്കും തൂങ്ങിയൊക്കെ വരുന്നത്, ഫുള്ള് തേക്കാമെങ്കിൽ നല്ലതാണ് അല്ലേ. പിന്നെ സ്കിൻ ടൈറ്റനിങ് ആൻഡ് ഗ്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ടിപ്പ് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് തേച്ചത്. ഉള്ള സത്യം പറയുക, എനിക്ക് വേണ്ട ഇഫക്റ്റീവ് അല്ലേ, നല്ല സൂപ്പറായില്ലേ. ഇവിടെ നല്ലതായിട്ട് അങ്ങ് നമുക്ക് വരിഞ്ഞ് മുറുങ്ങുന്ന പോലായിരുന്നേ. അത് ഉണങ്ങി പിടിച്ചപ്പോഴേ ഇവിടെ ആയിരുന്നു കൂടുതൽ. അപ്പോൾ ആ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ. നമുക്ക് ഇവിടെയല്ലേ ഇച്ചിരി ഇങ്ങനെ തൂങ്ങുന്ന പോലെ വരുന്ന എല്ലാവർക്കും. അപ്പോൾ അവിടെ നന്നായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ. ഇവിടെ അങ്ങ് വലിയുമായിരുന്നു. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം. എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. ആരും ഓവർ മസാജിങ് കൊടുക്കല്, സ്ക്രബ് ചെയ്യരുത്. പിന്നെ സ്ഥിരമായിട്ട് സ്ക്രബ് ചെയ്യുന്ന മുഖം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ വീണ്ടും കൈകൂപ്പി പറയും, നിങ്ങളിട്ട് സ്ക്രബ് ചെയ്തും നശിപ്പിക്കാതെ മുഖം അതവിടെ ഇരുന്നോട്ടെ മര്യാദയ്ക്ക്. ക്ലെൻസിങ് നല്ല ചെയ്തു. പിന്നെ ഇങ്ങനെ ഇട്ട് ഉരച്ച് റഫായിട്ടുള്ള സാധനങ്ങളും ഇട്ട് ഇൻഗ്രീഡിയൻസ് ഇട്ട് നിങ്ങൾ ചെയ്യാതെ കേട്ടോ. അപ്പം ഞാൻ പോയി കോഴിക്ക് വെള്ളവും കൊടുത്തിട്ട് കുളിക്കട്ടെ. അപ്പം നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ. ഈ പ്രകൃതി സൗന്ദര്യവും പാചകവും കാണിച്ച് മടുത്ത് ടൂറ് പോകാമെന്ന് വെച്ചാൽ എപ്പോഴും എവിടെയും പോകാനായിട്ട് ഇപ്പം പറ്റുമോ? മഴക്കാലം, പിന്നെ കൊച്ചിന് പഠിത്തം തുടങ്ങി, അഷറിന് ജോലി. അതുകൊണ്ട് പിന്നെ ഞാൻ എവിടെ പോകാൻ? അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഈ ടിപ്സിൻ്റെ വീഡിയോ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഫക്റ്റീവായതേ ഞാൻ കാണിക്കത്തുള്ളൂ കേട്ടോ. അല്ല എനിക്ക് കളിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നാതെ ആവശ്യമില്ലാതെ എല്ലാം കൂടെ വാങ്ങിച്ച് കാശ് കളയാനില്ല. പിന്നെ നമുക്ക് ബുദ്ധിയിൽ തോന്നണം, നമുക്ക് ചെയ്ത് നമുക്ക് ഇഫക്റ്റീവായി തോന്നണം. അത് മാത്രം. ഇതിപ്പോൾ ഞാൻ ആദ്യം തേക്കുന്നത്, പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്കറിയായിരുന്നു ഇത് ശരിയാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് ധൈര്യമായിട്ട് തേച്ച് ഞാൻ തേച്ചത്. പക്ഷേ വേണ്ട ഒരു പ്രശ്നവും ഇല്ലല്ലോ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളിത് തേക്ക്. ഞാനിപ്പം എല്ലാ ദിവസവും ഇനി കുറച്ച് നാളത്തേക്ക് എന്നാൽ ഇനിയിപ്പോൾ ടിപ്സൊക്കെ കാണിച്ചിട്ട് കുറേ എനിക്കറിയാം കേട്ടോ, ഒരുപാട് എനിക്കറിയാം. അപ്പോൾ റെയറായിട്ടുള്ള ആരും കാണിക്കാത്തതൊക്കെ കാണിക്കാം. അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന പോലെ കേൾക്കണം. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം, പിന്നെ നന്നായിട്ട് ഉറങ്ങണം. ഞാൻ ഉറങ്ങണമെന്ന് പറയുന്നെങ്കിൽ എൻ്റെ കാര്യം അറിയാമല്ലോ, ഉഴപ്പാറുണ്ട്, ടെൻഷൻ. പക്ഷെ നിങ്ങളനുസരിച്ച് പഠിക്കും, നിങ്ങൾ നല്ല കുട്ടികളായിക്കോളും. നിങ്ങൾ ഇഷ്ടം പോലെ വെള്ളം, തിളപ്പിച്ചാറിച്ച വെള്ളം കുടിക്കുക.
പിന്നെ ഇഷ്ടംപോലെ ഉറങ്ങുക, 8 മണിക്കൂർ മിനിമം ഉറങ്ങുക, 4 നേരം കറക്റ്റായിട്ട് ഇച്ചിരി ആഹാരം കഴിക്കുക, 4 നേരം സമയത്തിന് ഇച്ചിരി ആഹാരം കഴിക്കുക. എന്നിട്ട് ജങ്ക് ഫുഡ് പാടെ ഒഴിവാക്കുക. ജങ്ക് ഫുഡൊക്കെ ആശറിയുടെ ഫുള്ളും ജങ്ക് ഫുഡ് കൊണ്ട് തരുമായിരുന്നു. അതെല്ലാം തിന്ന് ഇവിടെ കൊഴുപ്പിൻ്റെ വ്യത്യാസം വന്നാൽ ഇവിടെ എനിക്കിങ്ങനെ വന്നത്. ഇപ്പോൾ അത് തേച്ചപ്പോൾ എല്ലാം പോയില്ലേ. ഞാൻ വീഡിയോ ചെയ്യാൻ നേരം ഇവിടെ ഒരു നെല്ല് പോലെ ഇല്ലായിരുന്നു, പോയില്ലേ. അതാ നല്ല സാധനമല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയുന്ന പോലെയൊക്കെ അനുസരിക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ വല്ലാതെ പരിക്കനായിപ്പോൾ മുഖം കേട്ടോ. അപ്പോൾ ഈ എന്നെ ക്ഷമിച്ച് ഇതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഗുണം. നാളെ തൊട്ട് ടിപ്പ് മാത്രം കാണിക്കുള്ളൂ, വാച്ച് അടിക്കത്തില്ല. സത്യം 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 കേട്ടോ. അപ്പോൾ ഇന്നും കൂടെ ക്ഷമിച്ചാൽ മതി. നാളെ തൊട്ട് ദൈവം സഹായിച്ച ടിപ്പ് മാത്രം, വാചകടി ഇല്ല, നോ വാചകടി. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു, ഗോഡ് ബ്ലസ് യുവർ ചക്കരമ്മ.